ഫ്രണ്ട്സ്, നമ്മൾ സൈൻ കൺവെൻഷനിൽ അഡീഷൻ പഠിച്ചു, മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, ഡിവിഷൻ പഠിച്ചു. സബ്ട്രാക്ഷൻ ലാസ്റ്റ് പറഞ്ഞു തരാൻ ഒരു കാരണമുണ്ട്. പോസിറ്റീവ് എ മൈനസ് പോസിറ്റീവ് ബി ഈസ് ഈക്വൽ ടു പോസിറ്റീവ് എ മൈനസ് ബി. രണ്ടും പ്ലസ് ആണെങ്കിൽ അത് മൈനസ് ചെയ്യണമെങ്കിൽ, അതായത് സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് ആ സൈൻ തന്നെ പോസിറ്റീവ് തന്നെ ചേർക്കുക. ഇനി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരേ നെഗറ്റീവ് എ മൈനസ് നെഗറ്റീവ് ബി ആണെങ്കിൽ എന്ത് ചെയ്യുക? നെഗറ്റീവ് എ അതുപോലെ എഴുതുക. പിന്നെ ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾ യൂസ് ചെയ്യും. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആകും, അങ്ങനെ ബി ആകും. അങ്ങനെ നെഗറ്റീവ് എ പ്ലസ് ബി ആകും. നെഗറ്റീവ് എ പ്ലസ് ബി വന്നാൽ അഡീഷനകത്തുണ്ട് ഇതിൻ്റെ റൂൾ. അതായത് വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് ബിഗ്ഗസ്റ്റ് വണ്ണിൻ്റെ സൈൻ ചേർക്കുക. അടുത്തത് നെഗറ്റീവ് എ മൈനസ് പോസിറ്റീവ് ബി ഈസിക്കൽ ടു എന്ന് പറയുന്നത് ഇവിടെ എല്ലാം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെയും കൂടെ റൂൾ വരുന്നുണ്ട്. നെഗറ്റീവും പോസിറ്റീവും കൂടെ വരുമ്പോൾ അത് നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ് ആണെന്ന് നമുക്കറിയാം. അപ്പം നെഗറ്റീവ് എ മൈനസ് ബി ആണ്. അപ്പം നെഗറ്റീവ് എ മൈനസ് ബി വന്നാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2 നമ്പേഴ്സ് കൂടെ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈന് ചേർത്താൽ മതി. അതുപോലെ ഇവിടെ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എ മൈനസ് നെഗറ്റീവ് ബി വന്നാൽ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എ പ്ലസ് ബി. അതായത് ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഇവിടെ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആണെന്നറിയാം, നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ് ആണെന്നറിയാം, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആണെന്നറിയാം. അതായത് ഇതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ്റെ സൈൻ കൺവെൻഷനൂടെ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് സബ്ട്രാക്ഷൻ ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാൻ കാരണം. നിങ്ങൾ ആദ്യം അഡീഷൻ പഠിക്കുക, അതിനുശേഷം മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പഠിച്ചതിന് ശേഷം മാത്രം സബ്ട്രാക്ഷൻ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈൻ കൺവെൻഷൻസ് ഈസി ആയിരിക്കും.